ഹായ്, ഇത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലുള്ള ഒരു പോർഷനാണ് കേട്ടോ. ചെറിയ ഏരിയയിൽ മാത്രമുള്ള കുറേ ബിൽഡിങ്ങുകളുടെ എല്ലയിൽ ഒത്തിരി എന്ന് പറയും ഇവിടെ ലോസ് ആഞ്ചലസ്. ഇത് ബാങ്ക് ഓഫ് അമേരിക്ക, അങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരെന്നാന്ന് ഞാൻ കാണാൻ വേണ്ടി നോക്കി, പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നെന്നാൽ ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും മോളും കൂടെ ഇന്ന് സിറ്റിയൊക്കെ ഒന്ന് കാണാം. ചില ഭാഗങ്ങൾ, ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തു പോവുക. അപ്പം വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. വളരെ എന്താ പറയുന്നത്, എക്സ്പെൻസീവായിട്ടുള്ള ഏരിയ, ഇവിടുത്തെ സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്ന ഏരിയ. അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പം പിന്നെ ഫിലിം സ്റ്റാറും ഈ ഹോളിവുഡ് എന്ന് പറയുന്ന അവിടുത്തെ, അതിനകത്ത് ഇവിടെ 3-4 ഏരിയ ഉണ്ട് അവർ താമസിക്കുന്നത്. അതിൽ ഒരു ഏരിയയാണിത്. അപ്പോൾ ഇത് ഒത്തിരി എക്സ്പെൻസീവായിട്ടുള്ള ഏരിയയാണ്. മല കയറാൻ തുടങ്ങി നമ്മൾ പതിയെ. അപ്പം ഈ നമ്മുടെ നാട്ടിലൊക്കെ മല ഉണ്ടാകും, എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മലയിൽ താമസിക്കുമ്പോൾ നമുക്ക് വില കുറവാണല്ലേ, പക്ഷേ ഇവിടെ മലയിലോട്ട് പോകും തോറും വില കൂടിക്കൊണ്ടിരിക്കും. കാര്യം സിറ്റി ലൈറ്റ്സ് എന്ന് പറയും, അതായത് മലയുടെ ആ തുഞ്ചത്ത് അവർ നിന്നിട്ട് സിറ്റി ലൈറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു കാര്യം ചെയ്യാം, പിന്നെ അവിടെയൊക്കെ കാണാം. അതിന് മുമ്പ് ഓൺ ദ വേയിൽ ഇവിടെയുള്ള കുറേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കുറേ 1-2 മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ അത് കണ്ടേക്കാം എന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പം ഇത് ഓൺ ദ വേയിലുള്ളതാണ് ബിൽഡിങ്ങുകളൊക്കെ. മെയിൻ ബാങ്കുകളുണ്ട്, പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഓരോ കമ്പനികളുണ്ട്. എല്ലാം കൊമേഴ്ഷ്യൽ ബിൽഡിങ്സുകളാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നതൊന്നും കാര്യമൊന്നും ഓർത്ത് നോക്കിയേ. സം പീപ്പിൾ ദേ ലവ് ഇറ്റ്. ഞങ്ങൾ അടുത്ത കയറ്റം കയറി ഞങ്ങൾക്ക് അങ്ങ് ചെന്നിട്ട് ഇറങ്ങണം. അവിടെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം, പാർക്കിംഗ് ഇവിടെ ഭയങ്കര, ഇപ്പം ഞങ്ങൾ വരുന്നൊരു 11 മണിയായപ്പോഴാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് അധികം ട്രാഫിക്കില്ല. അതേസമയം രാവിലെ ഒരു 6 മണി തൊട്ട് 10 മണി വരെ നല്ല ട്രാഫിക്കായിരിക്കും. അത് കഴിഞ്ഞ് ഇനി ഒരു 2 മണി കഴിഞ്ഞ് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഓഫീസൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ട്രാഫിക്. അതിനിപ്പുറം ഞങ്ങൾക്ക് ഇവിടുന്ന് മുങ്ങണം. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് റോഡൊക്കെ ഒരുവിധം വിജനമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിലേ വന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാർക്കിംഗ് കണ്ടുപിടിച്ചതിന് ശേഷം പണിഷ്മെൻ്റ് ഒന്നും കിട്ടാതെ ഒരിടത്ത് എന്താ പറയുന്നത്, ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും പാർക്കിങ്ങിന് എല്ലായിടത്തും ഇവിടെ കാശ് കൊടുക്കണം. അപ്പം ഞങ്ങൾ കാശില്ലാതെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് വരും സ്ട്രീറ്റിലൊക്കെ എങ്ങോട്ടോ മാറിയിട്ട് പിന്നെ നടക്കണം. പിന്നെ ഞങ്ങൾക്ക് നടക്കാനും കാണാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തപ്പി നടക്കും. പിന്നെ ഇത് പക്ഷേ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കാശ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു മിനി ട്രെയിനെ കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഈ മിനി ട്രെയിൻ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ നമുക്ക് അതിലൊന്ന് കയറാമെന്ന് കരുതി. അത് എന്താ എന്നാന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിലോട്ട് കയറാൻ പോവാം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ വരുന്നത് ബസ്സല്ല കേട്ടോ, ട്രെയിനാണ്. കുഞ്ഞു ട്രെയിൻ, നല്ല രസമാണ്. അത് വന്ന് നിന്നു. ഒരു മനുഷ്യനെ കൊണ്ട് അത് വന്ന കേട്ടോ, ഒരു പച്ചയിട്ടൊരു മനുഷ്യനിരിക്കുന്നുണ്ടോ, അതിനെ കൊണ്ടാണ് വന്നത്. വെറുതെ അതിനെ കൊണ്ട് ഓടാൻ വേണ്ടി കറണ്ട് ഇത്രയും കളഞ്ഞ ഒരു വണ്ടി ഓടിക്കുന്നത്. ഗേറ്റ്സ് ലോക്ക് വെൻ റെഡ് ലൈറ്റ് ഈസ് ഓൺ. ഓക്കെ, ഗേറ്റ് ഈസ് ലോക്ക്. ഇറ്റ്സ് അൺലോക്ക് നൗ. അപ്പം ഞങ്ങൾ കയറി, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് കയറി ഉടനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്ര സെക്കൻഡ്സേ ഉള്ളൂ. ഐ തിങ്ക് 1 മിനിറ്റ്. ഞങ്ങൾ പോവാം, മുകളിലോട്ട് പോകാം. നല്ല പീക്കായിട്ടുള്ള കേട്ടോ, 1/2 മൈൽ കാണുന്നത്. ഞങ്ങൾക്ക് ഫാസ്റ്റ് ട്രെയിനും വന്നു. ബും, മണ്ടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ടിക്കറ്റ് അവിടെയാണ് എടുക്കേണ്ടി. $1 ഉള്ളൂ കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ചെന്നപ്പോൾ നമ്മൾ താഴെ നിന്ന് വന്ന സ്ഥലമായത്. അപ്പം നല്ല ഹൈറ്റായിരുന്നു കണ്ട, വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് അതിൻ്റെ മണ്ടയ്ക്ക് കയറുക. അപ്പോൾ അവിടെ ഇച്ചിരി പൊങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ഇത് ഏതോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ എംപ്ലോയീസൊക്കെ അവിടെ വന്ന് ആഹാരമൊക്കെ കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ.
അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ തപ്പി എന്നാൽ അത് ബാങ്ക് ഓഫ് അമേരിക്ക. ഞാൻ ഏത് ബിൽഡിങ് ഏതാണെന്ന് നോക്കാൻ എൻ്റെ മണ്ട വരെ പോയി ചെറുതിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് ഓഫ് അമേരിക്ക കേട്ടോ. അമേരിക്ക വന്ന സമയത്ത് തുടങ്ങിയത് അക്കൗണ്ട് അവിടെ, അത് പിന്നെ മാറിയിട്ടില്ല അവിടെ. അപ്പോൾ ഇതൊക്കെ ഇത് AT&T ബ്ലൂ റൗണ്ട് കാണുന്നേ, ഇത് AT&Tയുടെയാണ്. ഇവിടുത്തെ ഒരു സെൽഫോൺ കാരിയറാണ്. പക്ഷേ എൻ്റെ അതല്ല, ഞങ്ങൾക്ക് ഇടയ്ക്കുണ്ടായിരുന്നു അവർ അതിൻ്റെ ഇത്. പിന്നെ അത് ഇൻ്റർനെറ്റിൻ്റെ വരും. പിന്നെ എല്ലാം എല്ലാ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. എല്ലാം ജോലിക്കാരും ഉണ്ട് ഇവിടെ. അത് വേറൊരു ബിൽഡിങ്ങിൻ്റെ ഷാഡോയാണ് അതേ കാണുന്നത്. അത് കുറേ ഇന്നത്തെ ഇൻട്രസ്റ്റ് ഉള്ള പല പ്രാവശ്യം ഞങ്ങൾ പോയി പല സ്ഥലങ്ങളിലും പോയി എൻ്റെ നല്ലതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ കണ്ടു. ഞങ്ങളതുകൊണ്ട് മ്യൂസിയമൊക്കെ കണ്ടു. മ്യൂസിയത്തിനകത്തൊന്നും പിക്ചറൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങൾ നമ്മുടെ സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഒരു പോവാണ് കാണാൻ വേണ്ടി. അപ്പം നല്ല മനോഹരമായ വഴിയാണ്, ഹൈറ്റാണ്. കയറ്റം കയറി പോകണം. എത്ര അടി ഹൈറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ മറന്നുപോയി. 2-3 മാസം മുമ്പ് പോയതായതുകൊണ്ട് ഞാൻ ആ കാര്യം മറന്നുപോയി. കണ്ട 2 സൈഡും കണ്ട് എന്ത് മനോഹരം. ആൾക്കാർ താമസിക്കുന്ന ഓരോരുത്തരുടെയൊക്കെ ഫ്രണ്ട് യാർഡൊക്കെയാണ് അത് കാണുന്നത്. നല്ല മനോഹരമായിട്ട് സ്ഥലം, നല്ല പച്ചപ്പും കണ്ട. ഇതൊക്കെ മില്യൻസ് വില, നമുക്കൊന്നും ഒന്നും ഊഹിക്കാൻ പറ്റാത്ത പോലെ വിലയുള്ള വീടുകളാണ് കേട്ടോ. നമുക്കൊന്നും പോയി വല്ല ലോട്ടറി വല്ലതും അടിക്കുകയാണെങ്കിൽ കേൾക്കാം. പക്ഷേ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാര്യം ഈ കയറ്റം കയറി നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് താഴെ വരണമെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞങ്ങളൊരു സ്ഥലത്ത് താമസിച്ച മലയുടെ ഒരു പകുതി മണ്ടയിൽ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി ഇനി വരണം. അപ്പോൾ ഈ ഹോളിവുഡിലും ഉള്ളത് സെലിബ്രിറ്റീസ്, പിന്നെ ബിസിനസ് ആൾക്കാർ, അങ്ങനെയുള്ള പോഷായിട്ടുള്ള ഇത് കണ്ട. ഈ പുള്ളിക്കാരൻ കുറേ നേരമുണ്ട്, മുമ്പോട്ട് പോകും പുറകോട്ട് പോകും. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങളവിടെ നിന്ന് കുറേ നേരമായിട്ട് പുള്ളി ഇത് തന്നെയായിരുന്നു പടി. എന്തോ ഡ്രഗ് അണ്ടർ ഇൻഫ്ലുവൻസിലാണ് പുള്ളിയുടെ ലോകത്താണ്. അപ്പോൾ ഇതൊക്കെ ഓരോ വീടുകൾ കണ്ട, നല്ല ഭംഗിയുള്ള ആ വീടുകളൊക്കെ ആകും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല പോഷായിരിക്കും. വെളിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു ബിൽഡിങ് പോലെ തോന്നും, പക്ഷേ നല്ല ഭംഗിയുള്ള വീടുകളായിരിക്കും. പക്ഷെ എനിക്ക് ഈ പച്ചപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല ഗ്രീനായിട്ട്. ഐ ലവ് ഗ്രീൻ. അതാ ഇതൊക്കെ വലിയ വീടുകളാണ് കേട്ടോ. 4,000 ഞാൻ ഓർഡർ ചെയ്തുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കോംപ്ലക്സിലെത്തി. അപ്പോൾ മേളിലൊന്ന് കയറിയെല്ലാം ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി. ഇപ്പോൾ ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതിൽ ഞാനത്ര അങ്ങനെയുള്ള ഞാൻ ഷോപ്പിംഗ് ചെയ്യാറ്, ഞാനത്ര ബ്രാൻഡായിട്ടൊന്നും സാധനങ്ങൾ മേടിക്കാറില്ല. എന്നാലും ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ബ്ലൂമിങ് ഡേ. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറി. അപ്പോൾ ഇതാണ് കട. വിശാലമാണ്. കോട്ടയം ബൈപ്പാസ് പറയുന്ന പോലെ പണ്ടത്തെ പരസ്യം പോലെയാണ്. അവൾ ഓരോന്നിനൊക്കെ വില നോക്കുന്നുണ്ട്. ഇതിനൊക്കെ 100 വില. എനിക്ക് 1-2 ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതല്ല, ഇവിടെ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ വലിയ കുഴപ്പമില്ല. കണ്ട എന്തുമാത്രം സ്പേസാണ് വേസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കി. ചേച്ചി എന്നെ ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തർ പിടിച്ചിരുത്തിയേക്കുന്നു, നിർത്തിയേക്കുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് 160 ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതും ഇഷ്ടപ്പെട്ടു. അത് 100 ആയിരിക്കും. 6,000-7,000 രൂപയായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കണ്ടോ ട്രാഫിക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ ഇതാണ് കേട്ടോ. ഇതാണ്
ഇതാണ് LA ട്രാഫിക്, ലോസ് ആഞ്ചലസിലെ ട്രാഫിക്ക് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. 1, 2-ലാണ് കാറ് പോകുന്നത്, ബമ്പർ ടു ബമ്പർ എന്ന് ഇതിനാണ് പറയുന്നത്. ഇതെന്താ ഇപ്പം ഈ 3 കുറേ നേരം ഞാൻ ഈ വണ്ടി ശ്രദ്ധിക്കുന്നു, ഒരേ തരത്തിലുള്ള